Theorem 10.3. The non-existence of primitive root mod 2 raised to alpha for alpha greater than or equal to 3. Statement നോക്കാം. Let x be an odd integer. If alpha greater than or equal to 3, we have x raised to 5 of 2 raised to alpha by 2 congruent to 1 mod 2 raised to alpha. That means there are no primitive roots mod 2 raised to alpha. മോഡ് 2 റേസ് ടു ആൽഫയ്ക്ക് ഒരു പ്രിമിറ്റീവ് റൂട്ട് ഉണ്ടായിരുന്നുവെങ്കിൽ 5 of 2 raised to alpha be the least positive integer such that x raised to 5 of 2 raised to alpha congruent to 1 mod 2 raised to alpha. ഇവിടെ 5 of 2 raised to alphയേക്കാൾ ചെറുതായ ഒരു നമ്പറാണ് 5 of 2 raised to alpha by 2 എന്ന് പറയുന്നത്. ആ നമ്പർ ഈ കോൺഗ്രുവൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ മോഡ് 2 raised to alphയ്ക്ക് പ്രിമിറ്റീവ് റൂട്ട്സ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നർത്ഥം. When alpha greater than or equal to 3. We prove the result by induction on alpha. Let alpha is equal to 3. Alpha 3 ആവുന്ന കേസിൽ 5 of 2 raised to alpha by 2 കണ്ടെത്തുക. This is equal to 5 of 2 cube by 2. 5 of 2 cube. 5 of 2 cube എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? By definition, it is equal to 2 cube minus 2 square. This is equal to 4. So 5 of 8 by 2 equal to 4 by 2 and this is equal to 2. അപ്പം 5 of 2 raised to alpha by 2 equal to 2 ആണെന്ന് കിട്ടി. ഇനി എക്സ് ഇസ് എ ഓഡ് നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏതൊരു ഓഡ് നമ്പറിനെയും നമുക്ക് 2n+1 എന്ന ഫോമിൽ എഴുതാം. ഓക്കെ, ഫോർ സം n ബിലോങ്സ് ടു ക്യാപിറ്റൽ N. ഇനി എന്ത് കണ്ടുപിടിക്കാം? എക്സ് റേസ് ടു 5 of 2 raised to alpha by 2 കണ്ടുപിടിക്കാം. ഈ വാല്യൂ 2 ആണെന്ന് നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. സോ ദിസ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. എക്സിൻ്റെ ഫോം 2n+1 ആണ്. ദിസ് ഇസ് ഈക്വൽ ടു 2n+1 ഓൾ സ്ക്വയർ. ഇനി ഇതിനെ എക്സ്പാൻഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 4n² + 4n+1 എന്ന് കിട്ടും. ഇനി ഈ രണ്ട് ടേംസിൽ നിന്ന് 4n പുറത്തേക്ക് എടുത്താൽ 4n × n+1 + 1 എന്ന് കിട്ടുന്നു. നമുക്കറിയാം n × n+1 എന്ന് പറയുന്ന n × n+1 ഒരു ഈവൻ നമ്പർ ആണ്. സോ ദിസ് ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് 2. അങ്ങനെയാണെങ്കിൽ 4 × n × n+1 എന്ന് പറഞ്ഞാൽ അത് 8ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. n × n+1 2ന്റെ മൾട്ടിപ്പിൾ ആണ്. 4 × 2ന്റെ മൾട്ടിപ്പിൾ ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് 8. അപ്പോൾ 4n × n+1 നമുക്ക് വേണമെങ്കിൽ മൾട്ടിപ്പിൾ ഓഫ് 8 എന്ന് എഴുതാം. സോ നമുക്ക് കിട്ടിയ റിസൾട്ട് ചേർത്ത് എഴുതിയാൽ എക്സ് റേസ് ടു 5 of 2 raised to alpha by 2 ഈക്വൽ ടു മൾട്ടിപ്പിൾ ഓഫ് 8+1 കിട്ടും. ദിസ് മീൻസ് എക്സ് റേസ് ടു 5 of 2 raised to alpha by 2 കോൺഗ്രുവൻറ്റ് ടു 1 mod 8. ദാറ്റ് ഇസ് ഇവിടെ ആൽഫ 3 ആയിരുന്നു അല്ലേ? എക്സ് റേസ് ടു 5 of 2 cube by 2 കോൺഗ്രുവൻറ്റ് ടു 1 mod 2 cube എന്ന് കിട്ടി. സോ ആൽഫ 3 ആവുന്ന കേസിൽ റിസൾട്ട് ട്രൂ ആണെന്ന് കിട്ടി. So the result is true for alpha equal to 3. Now we assume the result is true for alpha and prove that it is also true for alpha plus 1. Okay, അപ്പം റിസൾട്ട് ആൽഫ പ്ലസ് 1 ഹോൾഡ് ചെയ്യുന്നു എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. സോ ബൈ ഇൻഡക്ഷൻ ഹൈപ്പോത്തസിസ്. എന്തായിരുന്നു ഇൻഡക്ഷൻ ഹൈപ്പോത്തസിസ്? അതായത് റിസൾട്ട് ആൽഫയ്ക്ക് ട്രൂ ആണ്. ദാറ്റ് ഇസ് എക്സ് റേസ് ടു 5 of 2 raised to alpha by 2 കോൺഗ്രുവൻറ്റ് ടു 1 mod 2 raised to alpha ആണ്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഈ റിസൾട്ട് ആൽഫ പ്ലസ് 1 ട്രൂ ആണ് എന്ന് തെളിയിക്കണം. ഓക്കെ, ഇനി ഈ കോൺഗ്രുവൻസ് റിലേഷൻ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? എക്സ് റേസ് ടു 5 of 2 raised to alpha by 2 minus 1 ഈക്വൽ ടു 2 raised to alpha into t എന്ന് എഴുതാം. നമുക്കറിയാം ബൈ ഡെഫിനിഷൻ ഓഫ് ദ കോൺഗ്രുവൻസ് എക്സ് റേസ് ടു 5 of 2 raised to alpha by 2 minus 1 is a multiple of 2 raised to alpha. 2 raised to alphയുടെ മൾട്ടിപ്പിൾ ആണ് എന്ന് പറഞ്ഞാൽ 2 raised to alpha into t ആയിരിക്കും for some t belongs to z. And now this is equal to x raised to 5 of 2 raised to alpha by 2 equal to 1 plus 2 raised to alpha into t. Squaring both sides we get x raised to 5 of 2 raised to alpha is equal to 1 plus 2 raised to alpha into t all square. And this is equal to 1 into 2 into 2 raised to alpha into t plus 2 raised to 2 alpha into t square. 2 raised to alpha plus 1 outside എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? 1 plus 2 raised to alpha plus 1 into t plus 2 raised to alpha minus 1 into t square എന്ന് കിട്ടും. ആൻഡ് ഈ ബ്രാക്കറ്റിനുള്ളിലെ ടേമിനെ നമ്മൾ m എന്ന് ഡിനോട്ട് ചെയ്യുക. അങ്ങനെയാകുമ്പോൾ എക്സ് റേസ് ടു 5 of 2 raised to alpha ഈക്വൽ ടു 1 plus 2 raised to alpha plus 1 into m എന്ന് ലഭിക്കും. ഓക്കെ, നൗ ഇതിൽ നമുക്ക് എന്ത് എഴുതാം? എക്സ് റേസ് ടു 5 of 2 raised to alpha കോൺഗ്രുവൻറ്റ് ടു 1 mod 2 raised to alpha plus 1 എന്ന് എഴുതാം.
അതായത് ഈ ഇക്വേഷനിൽ നമുക്ക് മനസ്സിലാവും എക്സ് റേസ് ടു ഫൈവ് ഓഫ് ടു റേസ് ടു ആൽഫ മൈനസ് വൺ എന്ന് പറയുന്നത് ടു റേസ് ടു ആൽഫ പ്ലസ് വണ്ണിൻ്റെ ഒരു മൾട്ടിപ്പിൾ ആണ്. ദെയർഫോർ എക്സ് റേസ് ടു ഫൈവ് ഓഫ് ടു റേസ് ടു ആൽഫ കോൺഗ്രുവൻ ടു വൺ മോഡ് ടു റേസ് ടു ആൽഫ പ്ലസ് വൺ. ഇക്വേഷൻ നമ്പർ 2. Phi is Euler-Taussian function. So by definition, phi of 2 raised to alpha equal to 2 raised to alpha minus 2 raised to alpha minus 1. രണ്ട് ടേംസിലും കോമൺ ആയി 2 raised to alpha ഉണ്ട്. ഔട്ട്സൈഡ് എടുത്താൽ 2 raised to alpha into 1 minus 1 by 2 എന്ന് വരും. This is equal to 2 raised to alpha by 2 എന്ന് വരും. And this is equal to 2 raised to alpha minus 1. So phi of 2 raised to alpha equal to 2 raised to alpha minus 1. ഇനി നമ്മൾ ഇതുപോലെ ഫൈവ് ഓഫ് ടു റേസ് ടു ആൽഫ പ്ലസ് വണ്ണ് കണ്ടുപിടിക്കാം. ടു റേസ് ടു ആൽഫ പ്ലസ് വൺ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ടു റേസ് ടു ആൽഫ എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഫൈവ് ഓഫ് ടു റേസ് ടു ആൽഫ പ്ലസ് വൺ ഈക്വൽ ടു ടു റേസ് ടു ആൽഫ. രണ്ട് ടേമിനെ നമുക്ക് ടു വെച്ച് ഡിവൈഡ് ചെയ്താൽ, ബോത്ത് സൈഡ് ടു വെച്ച് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് വരും? ഫൈവ് ഓഫ് ടു റേസ് ടു ആൽഫ പ്ലസ് വൺ ബൈ ടു ഈക്വൽ ടു ടു റേസ് ടു ആൽഫ ബൈ ടു എന്ന് വരും. വാട്ട് ഇസ് ടു റേസ് ടു ആൽഫ ബൈ ടു? നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എന്താ? ടു റേസ് ടു ആൽഫ ബൈ ടു ഈക്വൽ ടു ഫൈവ് ഓഫ് 2 raised to alpha. So 2 raised to alpha by 2 പകരം 5 of 2 raised to alpha വെച്ച് റീപ്ലേസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 5 of 2 raised to alpha plus 1 by 2 equal to 5 of 2 raised to alpha എന്ന് കിട്ടും. അപ്പം നമുക്ക് എന്ത് കിട്ടി? 5 of 2 raised to alpha equal to 5 of 2 raised to alpha plus 1 by 2 എന്ന് കിട്ടി. ഇക്വേഷൻ 2-ലെ ഈ 5 of 2 raised to alphയ്ക്ക് പകരം നമുക്കിപ്പോൾ കിട്ടിയ 5 of 2 raised to alpha plus 1 by 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്കൊരു പുതിയ റിലേഷൻ കിട്ടും. എക്സ് റേസ് ടു ഫൈവ് ഓഫ് ടു റേസ് ടു ആൽഫ പ്ലസ് വൺ ബൈ ടു കോൺക്രുവൻ ടു വൺ മോഡ് ടു റേസ് ടു ആൽഫ പ്ലസ് വൺ. ദാറ്റ് ഈസ് ദ റിസൾട്ട് ഈസ് ട്രൂ ഫോർ ആൽഫ പ്ലസ് വൺ. അപ്പം ആൽഫ ഈക്വൽ ടു 3ക്ക് റിസൾട്ട് ട്രൂ ആണെന്ന് നമ്മൾ തെളിയിച്ചു. ആൽഫയ്ക്ക് ട്രൂ ആണെങ്കിൽ ആൽഫ പ്ലസ് വണ്ണിന് ട്രൂ ആയിരിക്കും എന്ന് തെളിയിക്കേണ്ടിയിരുന്നു. നമ്മൾ ആ റിസൾട്ട് കൂടി തെളിയിച്ചിരിക്കുന്നു. അതായത് there is no primitive roots mode 2 raised to alpha. ആൽഫ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 ആകുമ്പോൾ മോഡ് 2 റേസ് ടു ആൽഫയ്ക്ക് പ്രിമിറ്റീവ് റൂട്ട്സ് ഉണ്ടായിരിക്കില്ല.